പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ള ചാപ്റ്ററിലെ അടുത്തൊരു വീഡിയോ ആണ്. ഇതും ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, നമ്മൾ പരമാവധി പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം പ്രോബ്ലം ചെയ്യാം. ഇനിയുള്ള വീഡിയോസിലൊക്കെ പരമാവധി പ്രോബ്ലംസ് ചെയ്യലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഒരു പാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഒക്കെ മോഡലിനും പബ്ലിക്കിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഡിസൊല്യൂഷൻ എന്ന ചോദ്യങ്ങളും എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. ഏകദേശം അങ്ങനെ ഇതിൻ്റെ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരമാവധി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ട് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം എങ്ങനെയാണ്? The following was the balance sheet of A and B as at 31st December 2009. ഇത് ലയബിലിറ്റി സൈഡിൽ എന്തെല്ലാം ഉണ്ട്? ക്രെഡിറ്റേഴ്സ് ഒരു 20,000 ഉണ്ട്, എസ് ലോണ് 8,000 ഉണ്ട്, ജനറൽ റിസർവ് ഒരു 12,000 ഉണ്ട്, എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ബാലൻസ് എയുടെ 30,000 ബിയുടെ 25,000 ഉണ്ട്, ടോട്ടൽ 50,000 കാണുന്നുണ്ട്. ഓക്കെ, ഇനി അസറ്റ് സൈഡിലോ പ്ലാന്റ് ആയിട്ട് 40,000 40,000 ഉണ്ട്, പാറ്റന്റ് 6,000 ഉണ്ട്, സ്റ്റോക്ക് 25,000 ഉണ്ട്, ഡെപ്റ്റേഴ്സ് 19,000, അതിൽ പ്രൊവിഷൻ 1,000 കുറച്ചിട്ട് പുറത്തേക്ക് 18,000 എഴുതിയിട്ടുണ്ട്, ക്യാഷ് 6,000 ഉണ്ട്. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ അവസ്ഥ, അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും അവസ്ഥ. ഇനി അവരെന്ത് താഴെ തന്നിട്ടുണ്ട്? എ ആൻഡ് ബി ഷെയർഡ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. എയും ബിയും പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുന്നത് 3:2 എന്നുള്ള റേഷ്യോയിലാണ്. ഓൺ 1st January 2010 the firm was dissolved. ഒരു ഫേം ഡിസോൾവ് ചെയ്യുന്നത് 1st January 2010 അതിന്റെ ഭാഗമായിട്ട് ബി എന്ത് ചെയ്യുന്നുണ്ട്? ബി ടുക്ക് ഓവർ ദ പാറ്റന്റ് അറ്റ് എ വാല്യൂഷൻ ഓഫ് ₹5,000. ഓക്കെ, ആരെടുക്കുന്നുണ്ട്? പാറ്റന്റിന്റെ വാല്യൂ ഇവിടെ 6,000 ആണ്. അത് ആരെടുക്കുന്നുണ്ട്? ബി എടുക്കുന്നുണ്ട്. ബി 5,000 റുപ്പീസിന് എന്താണ് പാറ്റന്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി അതർ അസറ്റ്, പാറ്റന്റ് ഒഴികെയുള്ള ബാക്കിയുള്ള അസറ്റും റിലൈസ് ചെയ്യുന്നത് താഴെ പറയുന്ന വാല്യൂസിലാണ്. നോക്കിയാൽ കാണാം. ഗുഡ് വില്ല് 12,000 സ്റ്റോക്ക് 22,500 പ്ലാന്റ് 33,000 ഡെപ്റ്റേഴ്സ് 18,000 ഈ ഒരു എമൗണ്ടിലാണ് അസറ്റൊക്കെ റിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, ഈ ഗുഡ് വിൽ എന്ന് പറയുന്ന ഈ അസറ്റ് ഈ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തൊരു ഐറ്റം ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്താ പറയുക? അതാണ് അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അൺറെക്കോർഡഡ് അസറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ജനറൽ എൻട്രി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇത് ഓർത്ത് വെക്കുക, ഗുഡ് വിൽ എന്താണ്? ഒരു അൺറെക്കോർഡഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ് ഇല്ലാത്ത ഐറ്റം ആണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു എന്തും വരാം, അൺറെക്കോർഡഡ് ലയബിലിറ്റിയും വരാം. ഓക്കെ, ശരി. ഇനി അപ്പോൾ അസറ്റ് റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവർ പറയുന്നത് ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് ഓഫ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ക്രെഡിറ്റേഴ്സ് 5% ഡിസ്കൗണ്ടിനാണ് പെയ്ഡ് ഓഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഇവിടെ എത്ര ഉണ്ട്? 20,000 ഉണ്ട്. അതിന്റെ 5% എന്ന് പറയുമ്പോൾ 20,000ന്റെ 5% 1,000 രൂപ അല്ലേ? അപ്പോൾ 1,000 രൂപ കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, 19,000 ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇനി അത് കൂടാണ്ട് ദ എക്സ്പെൻസ് ഓഫ് റിയലൈസേഷൻ കെയിം ടു ₹3,500. ഈ റിയലൈസേഷൻ എക്സ്പെൻസ് പറയുന്നത് 3,500 ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്തുണ്ടാക്കണം? നെസസറി ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം, പിന്നെ ക്യാഷ് ഔട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് എസ് ലോൺ എന്ന് പറയുന്നുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ ലയബിലിറ്റി സൈഡിൽ നമുക്ക് എസ് ലോൺ എന്ന് കാണാൻ പറ്റും. എസ് ലോൺ എന്ന് പറയുന്നത് എന്താ? എസ് ലോൺ എന്ന് പറയുന്നത് പാർട്ട്ണറുടെ കയ്യിലെടുത്തുള്ള ലോണാണ്, നമ്മൾ ലയബിലിറ്റി ആണ്. അപ്പോൾ എസ് ലോൺ നമ്മൾ എന്തായിട്ട് പരിഗണിക്കാറില്ല? ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ലയബിലിറ്റി എന്താ പറയുക, ക്ലോസ് ചെയ്യണ പോലെ അതൊന്നും ചെയ്യാനില്ല, ക്ലോസ് ചെയ്തിട്ട് പേ ഓഫ് ചെയ്യില്ല. അത് പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് എന്താ ക്ലോസ് ചെയ്യാതെ പേ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാം? ലോൺ അക്കൗണ്ട് കൂടി ഉണ്ടാക്കാം. അത് ഒരു ഐറ്റം മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ബാങ്ക് അക്കൗണ്ടിലൂടെ എന്താണ് കൊടുക്കുന്ന പോലെ, ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ടിലൂടെ കൊടുക്കുന്ന പോലെ കാണിച്ചാൽ മതി. ഞാനിവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ചെയ്യണ പോലെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുക? എല്ലാ അസറ്റുകളും അതുപോലെ എല്ലാ ലയബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അത് തന്നെ ഇവിടെയും ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അസറ്റ് എടുക്കാം. അസറ്റ് ഏതൊക്കെ ഉണ്ട്? പ്ലാന്റ്, പാറ്റന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ക്യാഷ് എടുക്കണ്ടല്ലോ അല്ലേ? ക്യാഷ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ എമൗണ്ട് പ്ലാന്റ് 40,000. നമ്മൾ എന്ത് ചെയ്തു? ഇതാ റിയലൈസേഷൻ അക്കൗണ്ടിൽ ആ 40,000 എഴുതി. പ്ലാന്റ് 40,000. പിന്നെ പാറ്റന്റിന്റെ എമൗണ്ട് 6,000 ആണ്. പാറ്റന്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെന്താ? സ്റ്റോക്ക് 25,000 ആണ്. ഇതാ സ്റ്റോക്കും 25,000 എഴുതി. ഇനി എന്താ? ഡെപ്റ്റേഴ്സ് ഈ 19,000 എഴുതേണ്ടത്. 19,000 എഴുതേണ്ടത് കേട്ടോ, 18,000 അല്ല ഞാൻ അത് ഉദ്ദേശിച്ചത്. ഈ 18,000 എഴുതേണ്ടത്, 19,000 എഴുതേണ്ടത്. 19,000 ഇവിടെ എഴുതി.
ഇനി അതിൻ്റെ പ്രൊവിഷൻ, ആ അസറ്റിന് മുകളിലുള്ള പ്രൊവിഷൻ എന്താ 1000 അല്ലേ, ആ പ്രൊവിഷൻ എവിടെ എഴുതണം, ഇത് ഇവിടെ എഴുതണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അതൊക്കെ അതിൻ്റെ റിപ്പീറ്റേഷൻ ആണ്. യെസ്, ഇനി ക്യാഷ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് എഴുതാറില്ലല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും എന്ത് ചെയ്തു, ഇവിടുത്തെ ക്യാഷ് ഒഴികെയുള്ള ബാക്കിയുള്ള അസറ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിലേക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് എത്രയാണ്, 20,000 അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 20,000 എഴുതി. ഓക്കെ, ഇനി ഇവിടെ വേറെ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ എഴുതണില്ല. എസ് ലോൺ ഞാൻ പറഞ്ഞു. ഓക്കെ, എക്സ്റ്റേണൽ ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കില്ല. ജനറൽ റിസർവ് എന്ന് പറയുന്നത് വീതിച്ച് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, യെസ്. ഇനി അപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റും ലയബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ വിൽക്കണം, ലയബിലിറ്റിയൊക്കെ പേ ഓഫ് ചെയ്യണം. അപ്പോൾ നോക്കാം ഇവിടെ ഏതൊക്കെ അസറ്റൊക്കെ എങ്ങനെ റിയലൈസ് ചെയ്യുന്നത്. ഗുഡ് വില്ല് 12,000, സ്റ്റോക്ക് 22,500, പ്ലാന്റ് 33,000, ഡെപ്റ്റേഴ്സ് 18,000. ഈ എമൗണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റൊക്കെ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞു എഴുതും അല്ലേ. അപ്പോൾ അസറ്റ് ടോട്ടൽ വരുന്നത് 12,000, 33,000, 22,500, 18,000 കണ്ട ഈ എമൗണ്ടാണ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ ഇവിടെ 85,000 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കണം, എല്ലാ അസറ്റും പോയിട്ട് നോക്കണം. പ്ലാന്റ്, പാറ്റൻറ്റ് ഇയാൾ എടുക്കുകയാണ്. അപ്പോൾ അവിടെ കിട്ടിയ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് അല്ലേ, പിന്നെ ഗുഡ് വിൽ അൺ റെക്കോർഡർ ആണല്ലോ. ഇനി പാറ്റൻ്റ് എന്താണ്, ഈ പാർട്ട്ണർ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് നല്ല എഴുതേണ്ടത് ബീസ് ക്യാപിറ്റൽ, ബി ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. 5,000 എഴുതി പാറ്റൻറ്റ്. അപ്പോൾ അസറ്റ് അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ ലയബിലിറ്റിയുടെ കേസിലേക്ക് വരാം. ലയബിലിറ്റി ഇവിടെ ക്രെഡിറ്റേഴ്സ് 20,000, ഞാൻ നേരത്തെ പറഞ്ഞു 5% ഡിസ്കൗണ്ടിനാണ് ഇത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ 1000 രൂപ കുറച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ലയബിലിറ്റി ആണല്ലോ, ലയബിലിറ്റി നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്യും, പേ ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ഡെബിറ്റിലാണ് എഴുതുക. ക്യാഷ് 19,000 എഴുതി. ഓക്കെ, പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് 3,500 ആണ്. അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് 3,500 ഇവിടെ എഴുതി. ഓക്കെ, ഇവിടെ എഴുതി, ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി വേറെ ഒന്നും റിയലൈസേഷൻ അക്കൗണ്ട് വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ബാലൻസിനോട് ബാലൻസ് ചെയ്യുക, രണ്ട് സൈഡ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഡെബിറ്റിലാണ് കൂടുതൽ വരിക, 1,12,500 വരും. ഇവിടെ 1,11,500 വരുള്ളൂ. അതിൻ്റെ അർത്ഥം 1000 രൂപ ബാലൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാലൻസ് വന്നത് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് റിയലൈസേഷൻ ലോസ് ആണ്. നമ്മൾ കഴിഞ്ഞ കണക്കിൽ നമുക്ക് ഈ സൈഡിൽ, അതായത് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നത്. അപ്പോൾ അത് റിയലൈസേഷൻ പ്രോഫിറ്റ് ആയിരുന്നു, അത് നമ്മൾ ആ റേഷ്യോയിൽ വിധിച്ചു കൊടുത്തു. ഇവിടെ റിയലൈസേഷൻ ലോസ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന 3:2 എന്ന റേഷ്യോയിൽ വിധിച്ചെടുക്കണം. അങ്ങനെ 1000 രൂപ വിധിക്കുമ്പോൾ എക്ക് കിട്ടുന്നത് 600 രൂപയും ബിക്ക് കിട്ടുന്നത് 400 രൂപയാണ്. അങ്ങനെ എന്ത് ചെയ്തു, അത് കഴിഞ്ഞു. ഏത് കഴിഞ്ഞു, റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട്, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇവരുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണാൻ പറ്റും. ലയബിലിറ്റി സൈഡിൽ എയുടെയും ബിയുടെയും എത്രയാണ്, എക്ക് 30,000, ബിയുടെ 25,000. ഓപ്പണിംഗ് ബാലൻസ് എഴുതി. അതാ ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് വരിക, ആരുടെ, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ 30,000, 25,000 എഴുതി. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഇനി എന്ത് ചെയ്യണം, നമുക്കൊരു ജനറൽ റിസർവ് ഉണ്ട്, വിധിച്ചു കൊടുക്കാമല്ലോ അല്ലേ. ഇത്ര 12,000 രൂപ ഉണ്ട്. ഈ 12,000 എങ്ങനെ വിധിക്കണം, 3:2 വിധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 12,000 3:2 വിധിക്കുമ്പോൾ എങ്ങനെ വിധിക്കാമെന്ന് ജസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്ക് 12,000 × 3/5, അതാണ് ഈ 7,200 എമൗണ്ട് വരുന്നത്. ബിക്ക് 12,000 × 2/5, അതാണ് 4,800 വരുന്നത്. അപ്പോൾ എക്ക് 7,200, ബിക്ക് 4,800 ഒരേ പങ്ക് കിട്ടും. എത്രയില്ലേ, 12,000. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ട് എവിടെയൊക്കെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വന്നിട്ടുണ്ടോ അതൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഇവിടെ ഒന്നും കാണുന്നില്ല, ഡെബിറ്റ് സൈഡിലൊന്നും ഇല്ല. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ, ഇതാ ബീസ് ക്യാപിറ്റൽ എന്ന് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ബീസ് ക്യാപിറ്റലിൽ എന്ത് ചെയ്യണം, അതെ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം അല്ലേ. റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ട 5,000 രൂപ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഓക്കെ, ഇനി ഈ റിയലൈസേഷൻ ലോസ് അല്ലേ വന്നത്, റിയലൈസേഷൻ പ്രോഫിറ്റ് അല്ലല്ലോ. അതെന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. എന്ത് ചെയ്യണം, 600, 400 നമ്മളിവിടെ എഴുതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം,
ബാലൻസ് ചെയ്തു. സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ ബാലൻസ് ചെയ്തു. ഇവിടെ ക്രെഡിറ്റിൽ 37,200 വരിക. ഇവിടെ അത്രയും 600 ആകെ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും ബാലൻസ് വരും. 36,600 വരും. അതാണ് ബാലൻസ്. എന്ത് ചെയ്യണം? ബാലൻസ് ആക്കി നിർത്താതെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ. അതുപോലെ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ വരിക 29,800 വരിക. ഇവിടെ ഒരു 5,400 മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് ഇത് വരും 24,400 വരും. അതാണ് അവിടുത്തെ ബാലൻസ്. ഓക്കെ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് പറഞ്ഞിട്ട് എക്ക് 36,600 കൊടുക്കുന്നു, ബിക്ക് 24,400 കൊടുക്കുന്നു. ഇതാണ് വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കണം. അത് നിങ്ങൾ തയ്യാറാക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയുക, ക്യാഷ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് അങ്ങനെ തയ്യാറാക്കുന്നു പറഞ്ഞിരുന്നു. അതിന് നോക്കുക. അതുപോലെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? തയ്യാറാക്കുക. ടാലി ആവുമ്പോൾ നോക്കി നോക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈഡ് ടാലി ആവും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിലൂടെ എസ് ലോൺ അക്കൗണ്ട് ഉണ്ട് അല്ലേ? എസ് ലോൺ 8,000 അല്ലേ? ആ 8,000 നമ്മുടെ ലോൺ അക്കൗണ്ട് കൂടിയാണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എൻട്രി കൂടി എവിടെ വരും? ക്യാഷ് അക്കൗണ്ടിൽ വരുന്നു കൂടി ഓർക്കുക. ഓക്കെ. യെസ്, അത് മറക്കരുത്. അത് മറന്നു പോയാൽ ചിലപ്പോൾ ടാലി ചെയ്യുന്ന വരില്ല. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക? ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് അടുത്ത വീഡിയോകളായിട്ട് ഇങ്ങനെ ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട്. പരമാവധി പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടിയും വർക്കൗട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ചാപ്റ്റർ സെറ്റാക്കാം എന്ന് കരുതുന്നു. ഓക്കെ. അപ്പോൾ താങ്ക് യു.